ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. കർത്താവേ ശ്രദ്ധിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രദ്ധിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. Daniel Fasting, a prayer for the world. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുൻപിൽ തിരുമുഖം പ്രസാദിക്കുവാൻ, തിരുമുൻപിൽ നിന്നിടുവാൻ, തിരുമുഖം പ്രസാദിക്കുവാൻ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ആരാധന 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 ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ഓ ദിവ്യകാരുണ്യ യേശുവേ, ഈ അനുഗ്രഹീതമായ ദിവസം നിന്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ വലിയ ആദരവോടെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രവാചകനായ ദാനിയേൽ തന്നെ തന്നെ എളിമപ്പെടുത്തി രുചികരമായ ഭക്ഷണങ്ങളിൽ നിന്നും വിഭവങ്ങളിൽ നിന്നും അകലം സൂക്ഷിച്ച്
സ്വദേശത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചതുപോലെ ദൈവമക്കളായി ഞങ്ങളെല്ലാവരും ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ക്ഷേമമുണ്ടാകാൻ, ദൈവ സാന്നിധ്യത്തിൻ്റെ കൃപയുണ്ടാകാൻ ഈ നാളുകളിൽ അങ്ങയുടെ തിരുമുമ്പിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത്. ഓ ഈശോയെ, നീ എന്നും വിശ്വസ്തനാണ്, നീ എന്നും വാക്കു പാലിക്കുന്നവനാണ്. ജീവിതത്തിലെടുത്ത ഒരു തീരുമാനം പോലും അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാനോ പൂർത്തിയാക്കാനോ കഴിഞ്ഞിട്ടുള്ളവരല്ല ഞങ്ങളിൽ പലരും. എന്നാൽ നീ പറഞ്ഞാൽ അത് പാലിക്കും. സുപുത്രനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമെന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു. അവനത് കാലത്തിൻ്റെ പൂർത്തിയാക്കി. സ്വപുത്രൻ മാനവരാശിയുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കാൽവരി കുന്നിൽ യാഗമായി അർപ്പിക്കുമെന്ന് പിതാവ് പറഞ്ഞു. അത് സംഭവിച്ചു. ഓ ഈശോ, നീ എന്തു പറഞ്ഞാലും നീയും അത് പൂർത്തിയാക്കുമല്ലോ. നീ പറഞ്ഞു ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസങ്ങൾക്കകം അത് പുനരുദ്ധരിക്കും. എന്നാൽ നിന്റെ മരണശേഷം ശിഷ്യഗണം മുഴുവൻ ചിതറിയോടി. അവർ ഭയപ്പെട്ടു, അവർ ഭയചകിതരായി. വാതിലുകളെല്ലാം കൊട്ടിയടച്ച് പ്രത്യാശയുടെ എല്ലാ തിരികളും ഊതിക്കെടുത്തിക്കൊണ്ട് അവർ അവരുടെ ഭവനത്തിൽ കഴിഞ്ഞുകൂടി. എന്നാൽ 3-ാം ദിവസത്തെ പ്രഭാതത്തിൽ നീ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ പിഴുതെറിഞ്ഞ് അവരുടെ ഇടയിൽ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനമെന്ന്. ഓ ഈശോയെ, സമാധാനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾ കൊട്ടിയടയ്ക്കുമ്പോൾ, പ്രത്യാശയുടെ തിരുനാളങ്ങൾ ഞങ്ങൾ ഊതിക്കെടുത്തുമ്പോൾ, ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ സ്വകാര്യതകളിലേക്ക് ഞങ്ങൾ ഒതുങ്ങിപ്പോകുമ്പോൾ, ഓ ദിവ്യകാരുണ്യ യേശുവേ, വിശ്വാസത്തിൽ അങ്ങ് വാക്കു പാലിക്കുന്നവനാണെന്നുള്ള ബോധ്യം നീ ഞങ്ങൾക്ക് തരണമേ. അതുകൊണ്ടാണല്ലോ പൂർവപിതാക്കന്മാർ എത്തിപ്പെടേണ്ട ദേശത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ അവർക്കില്ലായിരുന്നുവെങ്കിലും ദൈവം പറഞ്ഞപ്പോൾ അവർ ഇറങ്ങിത്തിരിച്ചത്. കർത്താവേ, ഞങ്ങളുടെ ജീവിതയാത്രക്കിടയിൽ അങ്ങ് നൽകിയിരിക്കുന്ന പല വാഗ്ദാനങ്ങളും മറന്നു പോകുന്നവരാണ് ഞങ്ങൾ. ഓ ഈശോയെ, അങ്ങയിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ വളർത്തണമേ. ഞങ്ങൾ ചെന്നപ്പെടേണ്ട ഇടത്തെക്കുറിച്ചുള്ള ബോധ്യം, ഓ ദൈവമേ, നീ ഞങ്ങൾക്ക് തരണമേ. എത്ര കരിമ്പാറകൾ കൊണ്ട് നീ മൂടപ്പെട്ടാലും 3-ാം ദിവസം നീ അത് പിളർത്ത് പുറത്തു വരുമെന്നുള്ള ബോധ്യം നീ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുക എന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാൻ മോശ തയ്യാറായതുപോലെ, എത്തിപ്പെടേണ്ട ഇടമേതെന്നതിനെക്കുറിച്ചുള്ള ബോധ്യമില്ലാതിരുന്നിട്ടും ദൈവം പറഞ്ഞപ്പോൾ ഇറങ്ങിത്തിരിച്ച അബ്രാഹത്തെ പോലെ, അന്നേ വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല, എന്നിട്ടും ദൈവം പറഞ്ഞത് സംഭവിക്കുമെന്ന് ഓർത്ത് പെട്ടകം നിർമ്മിച്ച നോഹയെ പോലെ, ദൈവമേ, വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തണമേ. വിശ്വാസത്തിൽ ഞങ്ങളെ കരുത്തുറ്റവരാക്കി മാറ്റണമേ ദൈവമേ. ഈ നാളുകളിൽ ഞങ്ങളുടെ വിശ്വാസം താണു പോകുമ്പോൾ, അതിൻ്റെ ഗ്രാഫ് വല്ലാതെ താണു പോകുമ്പോൾ, കർത്താവേ, വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തണമേ. വിശ്വാസത്തിൻ്റെ യോദ്ധാക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. ഈശോയുടെ മുമ്പിലേക്ക് ഹൃദയം, മനസ്സ് നമുക്ക് ഉയർത്താം. നമ്മുടെ ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം സമീപസ്ഥനായ ദൈവമാണെന്ന് പറയുക മാത്രമല്ല, ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം ഇത്ര കണ്ട് സമീപസ്ഥമാകുന്നൊരു ദൈവത്തെക്കുറിച്ച് ആർക്കാണ് പറയാൻ കഴിയുക എന്ന് പറയുക മാത്രമല്ല, അനുഭവിക്കുക കൂടി ചെയ്ത ദൈവമക്കളാണ് നമ്മൾ. എന്തേ വിശ്വാസത്തിൽ നമ്മൾ തളർന്നു പോകുന്നു, പ്രത്യാശയിൽ നമ്മൾ ഇടിഞ്ഞു പോകുന്നു, സ്നേഹത്തിൽ
വലിയ ബാഹുല്യം, വലിയ കുറവ് സംഭവിച്ചു പോകുന്നു. സ്നേഹത്തോടെ ഈശോയോട് പറയാം, ഈശോയെ, വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തണമേ, പ്രത്യാശയിൽ ഞങ്ങളെ വളർത്തണമേ, സ്നേഹത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സകലരെയും ഈശോയെ വിശ്വാസത്തിൽ വളർത്തണമേ. സഭാ തനയരെ വിശ്വാസത്തിൽ വളർത്തപ്പെടണമേ കർത്താവേ. സഭാ നൗക ആടി ഉലയുമ്പോഴും യഥാർത്ഥ തുറമുഖത്ത് ഞങ്ങളെ എത്തിക്കാൻ കപ്പിത്താനായി കർത്താവുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. നീയാണ് ഞങ്ങളെ നയിക്കുന്നത് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഏതൊരു പ്രതിബന്ധത്തെയും തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ധാരണ ഈശോയെ ഈ നാളുകളിൽ നീ ഞങ്ങൾക്ക് തരണമേ. അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ അയച്ചു തരണമേ. സ്നേഹത്തോടെ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ, പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. ഹല്ലേലൂ ഹല്ലേലൂയാ, ഹല്ലേലൂ ഹല്ലേലൂ ഹല്ലേലൂയാ, ഹല്ലേലൂ ഹല്ലേലൂയാ, ഹല്ലേലൂ ഹല്ലേലൂ ഹല്ലേലൂയാ, ഹല്ലേലൂ 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 ഹല്ലേലൂയാ, ഹല്ലേലൂ 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 ഹല്ലേലൂയാ. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് യേശുവിലേക്ക് നോക്കി സ്നേഹത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, വിശ്വാസത്തിന്റെ കണ്ണുകൾ ഞങ്ങൾക്കായി തുറന്നു തരിക. അങ്ങ് പറഞ്ഞത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ നിന്ന് ഉയർത്തുക. ഞാൻ വീണ്ടും വരുമെന്ന് നീ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നീ വരിക തന്നെ ചെയ്യും. ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് നീ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും. പിശാചിന്റെ ശക്തികളെ നീ തകർക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നീ സാധ്യമാക്കുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി പറഞ്ഞു വിടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അനാഥരായിരിക്കുകയില്ല. അതെ, നമ്മുടെ കർത്താവ് നമ്മുടെ സമീപത്ത്, വിളിച്ചപേക്ഷിക്കുന്ന സകലർക്കും സമീപസ്ഥനായ അവിടുന്ന്. ഓ കർത്താവേ, പ്രപഞ്ചത്തെ നീ ഒരിക്കൽ കൂടി നോക്കിക്കാണുക. ആകാശം ചായിച്ച് നീ നോക്കിക്കാണുക കർത്താവേ. ദുർബലരായ ഹൃദയങ്ങളെ നോക്കിക്കാണുക. തകർന്നു പോയവരെ നീ നോക്കിക്കാണുക. പിശാചിനെയും അവൻ്റെ ചെയ്തികളെയും കർത്താവേ, അവിടുന്ന് അവരുടെ അട്ടഹാസങ്ങളെ നീ എല്ലാ കാലത്തേക്കുമായി അവസാനിപ്പിക്കുക. പൈശാചികമായ സ്വാധീനങ്ങളിൽ നിന്നും രോഗാതുരമായ സാഹചര്യങ്ങളിൽ നിന്നും ദൈവമക്കളെ വിടുവിക്കുക. മാനവരാശിയെ വിടുവിക്കുക. ഞങ്ങളെ സ്വതന്ത്രരാക്കുക കർത്താവേ. കർത്താവെ വിടുവിക്കുക. ദൈവജനത്തെ വിടുവിക്കുക. ഞങ്ങൾക്ക് മോചനം തരിക. ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന കെടുതികളിൽ നിന്ന്, ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ബാധകളിൽ നിന്ന് ദൈവമേ നീ ഞങ്ങളെ വിടുവിക്കുക. വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ അർപ്പിക്കപ്പെട്ട 10,000 പരിശുദ്ധ ബലികളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിടുവിക്കുക കർത്താവേ. ഞങ്ങൾക്ക് മോചനം തരിക കർത്താവേ. ഞങ്ങൾ രോഗികളാണ്, ഞങ്ങൾ ഭയത്തിൽ കഴിയുന്നവരാണ്, ഞങ്ങൾ തകർന്നു പോകുന്നവരാണ്. ഞങ്ങളുടെ കഷ്ടങ്ങൾ നീ കാണുക. ഓ ദൈവമേ, നിന്റെ വാഗ്ദാനം നീ പാലിക്കുവാൻ വൈകരുത്.
നിന്റെ ശക്തമായ കരമയക്കുവാൻ നീ വൈകരുത്. നിന്റെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവാൻ നീ വൈകരുത്. ഓ മഹാമാരികളെ കെട്ടടങ്ങുവാൻ നീ കൽപ്പിക്കുക കർത്താവേ. സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം വർദ്ധിപ്പിക്കണേ ദൈവമേ, വിശ്വാസം വർദ്ധിപ്പിക്കണേ. നിന്റെ ജനത്തിനു വേണ്ടി ഞാൻ കേണിടാം തമ്പുരാനെ കനിയൂ. ലോകത്തെ ശിക്ഷിക്കല്ലേ, ഞങ്ങളെ കൈവിടല്ലേ, കൈനീട്ടി രക്ഷിക്കണമേ. ലോകത്തെ ശിക്ഷിക്കല്ലേ, ഞങ്ങളെ കൈവിടല്ലേ, കൈനീട്ടി രക്ഷിക്കണമേ. ഈശോയെ, അഭയാർത്ഥികളെ പോലെ വലയുന്ന ആയിരക്കണക്കിന് ദൈവമക്കൾ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിലുണ്ട്. വല്ലാതെ വേദനിക്കുകയും കഷ്ടപ്പെടുന്നവർ ഇതിൽ ധാരാളമുണ്ട്. നാളെയെക്കുറിച്ചുള്ള ഭാരവും ഉത്കണ്ഠയും മൂലം വേദനിക്കുന്നവരുണ്ട്. കർത്താവേ, നിന്റെ ശക്തമായ കരം നീ ഉയർത്തണം. നിന്റെ രാജവീതി ഞങ്ങൾ ഒരുക്കി നിന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നീ ഒരിക്കൽ കൂടി മഹോന്നതനായി കടന്നു വരിക. നീ ഞങ്ങളിലേക്ക് കടന്നു വരിക. ദൈവജനത്തിന്റെ രോദനം നീ കേൾക്കുക. ദൈവജനത്തിന്റെ പ്രാർത്ഥന നീ കേൾക്കുക. ഓ കർത്താവേ, ഞങ്ങൾ നിലവിളിക്കുമ്പോൾ കണ്ണു പൊത്താനോ കാതുകൾ അടച്ചിരിക്കാനോ അങ്ങേക്ക് കഴിയുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, ഞങ്ങൾ അങ്ങേക്കായി വിളിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നു. ഓ, നീ കൂടി ഞങ്ങളെ കൈവിട്ടാൽ ഞങ്ങൾ അനാഥരായി പോകും. ഞങ്ങൾ ഈ ഭൂമിയിലാകെ തകർന്നു പോകും. ഓ ഈശോ, നിന്റെ കരം നീട്ടുക. ദുഷ്ടന്റെ അട്ടഹാസത്തിന്റെ ശബ്ദം ഞങ്ങളുടെ കാതുകൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. മരണദൂതന്റെ അട്ടഹാസം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ദൈവമേ, നിന്റെ കരുണയുടെ കരം നീട്ടണമേ. മഹാമാരികളിൽ നിന്ന് മാനവരാശിയെ രക്ഷിക്കണമേ കർത്താവേ. വിടുവിക്കണമേ കർത്താവേ. മോചിക്കണമേ കർത്താവേ. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ നീ പരിഹരിക്കുക. വിശ്വാസവരം നീ ഞങ്ങൾക്ക് തരിക. ഞങ്ങളെ ബലപ്പെടുത്തുക. ഞങ്ങളുടെ മുട്ടുകാലുകളെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും കരങ്ങൾ ഉയർത്താൻ ഞങ്ങളുടെ കരങ്ങളെയും ഓ ഈശോ നീ ബലപ്പെടുത്തുക. നിന്റെ കരുണ വർഷിക്കണമേ. നിന്റെ സ്നേഹം ചൊരിയണമേ. നിന്റെ മഹത്വം അയക്കണമേ. നിന്റെ സാന്നിധ്യം അയക്കണമേ. നിന്റെ കരബലം പ്രയോഗിക്കണമേ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. നാഥാ പൊറുക്കേണമേ എന്നോടും നിൻ മക്കളോടും ഇപ്പോൾ. നാഥാ പൊറുക്കേണമേ എന്നോടും നിൻ ജനത്തോടും ഇപ്പോൾ. പാപങ്ങൾ പൊറുത്ത് രോഗം സുഖപ്പെടുത്തി കാരുണ്യം കാട്ടണമേ. പാപങ്ങൾ പൊറുത്ത് രോഗം സുഖപ്പെടുത്തി കാരുണ്യം കാട്ടണമേ. കാരുണ്യം കാട്ടണമേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 29-30 തിരുവചനങ്ങളും 47-ാം തിരുവചനവുമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. രാജാവേ, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെപ്പറ്റി ചില ചിന്തകൾ കിടക്കയിലായിരുന്നപ്പോൾ നിനക്കുണ്ടായി. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ നിന്നെ അറിയിച്ചിരിക്കുന്നു. ഈ രഹസ്യം എനിക്ക് വെളിപ്പെടുത്തിയത് ജീവിച്ചിരിക്കുന്ന മറ്റാരെയുംക്കാൾ കൂടുതലായ ജ്ഞാനം എനിക്കുള്ളത് കൊണ്ടല്ല, പ്രത്യുത രാജാവ് വ്യാഖ്യാനം അറിയേണ്ടതിനും മനസ്സിലുള്ള വിചാരങ്ങൾ ഗ്രഹിക്കേണ്ടതിനുമാണ്.
രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നിന്റെ ദൈവം സത്യമായും ദേവന്മാരുടെ ദൈവവും രാജാക്കന്മാരുടെ കർത്താവും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനുമാണ്. സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു ആത്മീയ യാത്ര 10-11 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഒരു പക്ഷേ ഉപവാസവും പ്രാർത്ഥനയുമായി നിങ്ങൾ ഈ ആത്മീയ യാത്ര ആരംഭിച്ചപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്ത പലരും ഭക്ഷണം മാറി കഴിച്ചതുകൊണ്ടോ കൃത്യമായ പ്രാർത്ഥനകൾ സൂക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടോ ഒക്കെ ഇതിൽ നിന്ന് പതുക്കെ മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ ഓർക്കണം, ഈശോയുടെ മുമ്പിൽ നമ്മളൊരു വാക്ക് കൊടുത്ത് നമ്മൾ ആരംഭിക്കുന്നതാണ് ഈ 21 ദിവസത്തെ യാത്ര. ചിലപ്പോൾ കുറച്ച് പഞ്ചസാരയിട്ട്, ചിലപ്പോൾ കാപ്പി കുടിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റിങ്ങിൽ വർജിക്കേണ്ട ഭക്ഷണം കഴിച്ചു പോയെന്നിരിക്കും. ഒരിക്കൽ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ഈ യാത്ര അവസാനിപ്പിക്കരുത്. ഒരുമിച്ച് നമുക്ക് യാത്ര ചെയ്യാം. തുടർന്നുള്ള ദിവസങ്ങളും കൂടുതൽ പ്രാർത്ഥനയിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകണം. തീർച്ചയായും അവൻ തൻ്റെ ദൂതരെ അയക്കാതിരിക്കില്ല. നമ്മൾ ഒരുമിച്ചൊരു സമൂഹമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് മൗനം പാലിക്കുമോ? ഒരിക്കലുമില്ല. തീർച്ചയായും ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഇന്നത്തെ നമുക്ക് വചനത്തിലേക്ക് വരാം. ദാനിയേൽ പ്രവാചകൻ രാജാവിനോട് സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആരംഭിക്കുകയാണ്. ഉടനെ തന്നെ രാജാവ് പറഞ്ഞു, ഓ, നിന്റെ ദൈവം ശക്തനായ ദൈവം, നിനക്ക് എന്തുമാത്രം രഹസ്യങ്ങളാണ് അറിയാവുന്നത്, വലിയ ജ്ഞാനമുള്ള ആളാണ് നീയല്ലേ. ഉടനെ തന്നെ ദാനിയേൽ പറഞ്ഞ കാര്യം ഇതാണ്, അല്ലയോ രാജാവേ, മറ്റെല്ലാവരെയും പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ എൻ്റെ ദൈവം, ജീവിക്കുന്ന ദൈവം, ഇസ്രയേലിൻ്റെ ശക്തനായ ദൈവമാണ് എനിക്കിതെല്ലാം പറഞ്ഞു തന്നത്. അവൻ പറഞ്ഞു തന്നില്ല എങ്കിൽ എനിക്ക് യാതൊന്നും നിന്റെ മുമ്പിൽ തുറന്നു പറയുക, രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക സാധ്യമല്ല. സഹോദരങ്ങളെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവികമായ കാര്യങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിതാണ്, എല്ലാ മഹത്വവും നമ്മൾ ദൈവത്തിന് കൊടുക്കണം. ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നതായിക്കൊള്ളട്ടെ അല്ലാത്തതായിക്കൊള്ളട്ടെ, എല്ലാ മഹത്വവും നാം ദൈവത്തിന് കൊടുക്കണം. ഏതാണ്ട് സമാനമായൊരു ഭാഗം പുറപ്പാടിൻ്റെ പുസ്തകം 32-ാമത്തെ അധ്യായത്തിലുണ്ട്. മോശയാണ് ജനനേതാവ്. മോശ പ്രാർത്ഥിച്ചും മടങ്ങി വരുമ്പോൾ ജനം സ്വർണം കൊണ്ട് വിഗ്രഹമുണ്ടാക്കി ആരാധിക്കുന്നതാണ് കാണുന്നത്. ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ഈ ജനം കാനാൻ ദേശം കാണില്ല. കാരണം ഒരു വാക്കും ഇവർ പാലിക്കുന്നില്ല. മുഴുവൻ വാഗ്ദാനങ്ങൾ ഇവർ തെറ്റിച്ചു. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, മോശേ, നീ അനുഗ്രഹീതനായി ജീവിക്കുന്നവനാണല്ലോ, അതുകൊണ്ട് ഇസ്രയേൽ ജനത്തെ ഞാൻ ഈ മരുഭൂമിയിൽ വെച്ച് നശിപ്പിച്ച് കളയാം. എന്നിട്ട് നിന്നിൽ നിന്ന് ഞാനൊരു പുതിയ ജനതയെ രൂപപ്പെടുത്താം. അവർ കാനാൻ ദേശം കാണുകയും ചെയ്യും. നല്ല മനസ്സുള്ള മോശ എന്താണ് പറഞ്ഞതെന്നറിയാവോ? ദൈവമേ, അങ്ങയുടെ നാമമാണ് മഹത്വപ്പെടേണ്ടത്. ഇവിടെ വെച്ച് ഇവർ കൊല ചെയ്യപ്പെട്ടാൽ ഈജിപ്തിലെ ഫറവോയും കൂട്ടരും അത് അറിയും. അവരെന്തു പറയും? അവിടെ വെച്ച് ദൈവത്തിന് കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് മരുഭൂമി കൊണ്ടുപോയി കൊന്നു എന്ന് പറയും. ദൈവമേ, അത് അങ്ങയുടെ നാമത്തിന് കളങ്കമുണ്ടാകും. അത് അങ്ങയുടെ നാമത്തിന് കളങ്കമുണ്ടാകുന്നത് ഈ അടിയനെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവമേ, ഈ ജനം കാനാൻ ദേശം കാണുന്നില്ല എങ്കിൽ ആ കാനാൻ ദേശത്തേക്ക് എനിക്കും പോകണ്ട. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നീ മായ്ച്ചു കളയുക. സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ചും ലോകത്തിലെ മഹാമാരികൾ മൂലം ഒരുപാട് മനുഷ്യർ ലോകത്തിൻ്റെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ മരിച്ചു പോകുന്നുണ്ട്. ഇപ്പോഴും മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മരിച്ചു പോകുന്നതോ ജീവിച്ചിരിക്കുന്നതോ അല്ല, യേശുവിനെ അറിയാതെ, ദൈവത്തെ അറിയാതെ, പ്രത്യാശയില്ലാതെ കടന്നു പോകുന്നതാണ് നമ്മെ ഭാരപ്പെടുത്തുന്നത്. അതുകൊണ്ട് നാം ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ, അവർ പ്രവേശിക്കാത്ത ഒരു കാനാൻ ദേശത്തേക്ക്, അവർ കടന്നു ചെല്ലാത്ത, അവരുടെ ആത്മാക്കളെ രക്ഷപ്പെടാത്ത ഒരു സ്വർഗരാജ്യത്തിലേക്ക് ദൈവമേ ഞങ്ങൾക്കും പോകണ്ട. അതുകൊണ്ട്
അവർക്കെല്ലാവർക്കും വേണ്ടി പരിഹാരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മുട്ടുകൾ മടക്കിയും കരങ്ങൾ ഉയർത്തിയും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഓ ഈശോ, അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കടന്നുപോയ ഓരോ ആത്മാവിനും വേണ്ടിയാണ്. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകൾ കുത്തി ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വ്യക്തിപരമായോ കുടുംബം ഒരുമിച്ച് ചേർന്നോ ഈ ആരാധനയിൽ സ്നേഹത്തോടെ പങ്കുകാരാകുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കണം. ഓ കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ പൊറുക്കണമേ എന്ന്. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ്റെ ദൈവമേ കരുണാനിധേ, നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ. ദൈവജനത്തിൻ്റെ മേൽ ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുകാരാകുന്ന എല്ലാ കുടുംബങ്ങളുടെയും പ്രത്യേകമായ സംരക്ഷണത്തിന് വേണ്ടി കർത്തൃകരങ്ങളിൽ നമ്മൾ പ്രത്യേകം സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുകാരാകുന്നു. In the name of Jesus, I take authority and I bind all powers and forces in the air, in the ground, in the water, in the underground, in the netherworld, in nature and in fire. You are the Lord of the entire universe, and I give you glory for your creation. In your name, I bind all the demonic forces that have come against us and our families, and I seal all of us in the protection of your precious blood that was shed for us on the cross. Mary, our mother, we seek your protection and intercession with the Sacred Heart of Jesus for us and for our families, and surround us with your mantle of love to discourage the enemy. Saint Michael and our guardian angels, come defend us and our families in the battle against all the evil ones that roam the earth. In the name of Jesus, I bind and command all powers and forces of evil to depart right now away from us, from our homes and from our lands. And we thank you, Lord Jesus, for you are a faithful and compassionate God. We make this prayer in Jesus' name. Amen. ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ, ആരാധന ദൈവപുത്ര, ആരാധന
നിന്റെ വിജയത്തിൽ പങ്കാളിയായിടുവാൻ സ്വർഗീയ സേനയിൽ ചേർക്കുകെന്നെ. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ.